നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. വിക്രം, നിന്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇനി എത്ര കാലം എന്ന് വെച്ചാ നീ ഇങ്ങനെ തനിച്ച് ജീവിക്കാൻ പോകുന്നേ? ഒരാൺകുട്ടിക്ക് അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റും, ചേച്ചി അനിയത്തി ഇല്ലാതെയും ജീവിക്കാം. എന്നാ ഒരു ഭാര്യ ഇല്ലാതെ ജീവിക്കാന്ന് വെച്ചാൽ അത് കഷ്ടം തന്നെയാ. അഥവാ അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥവുമില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ, നിനക്കൊരു പനിയോ തലവേദനയോ വന്നാ നിന്നെയും കവിനെയും നോക്കാൻ ആരാ ഉള്ളത്? കവിന് സ്നേഹം കൊടുക്കാൻ ഒരു അമ്മയുണ്ടാവണം. ഇല്ലെങ്കിൽ അവൻ വളരുമ്പോ അവന്റെ കൂട്ടുകാരുടെ അമ്മ കാണിക്കുന്ന സ്നേഹം കാണുമ്പോ അവൻ ആകെ തകർന്നു പോവും. ഒന്ന് മനസ്സിലാക്ക് വിക്രം. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. നേരത്തെ ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ച ജീവിതം വഴിയാധാരമായി, നരകതുല്യമായി. അത് ഇപ്പോഴാണ് എനിക്കൊരു അല്പം സമാധാനമായേ. വീണ്ടും എന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് ഒരു നരകത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നത് എന്തിനാ? ഞാനിപ്പോ സത്യം ചെയ്ത് പറയുക, ഈ ജന്മത്തിൽ ഇനി വേറൊരു കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്കെന്റെ മോനെ മാത്രം മതി. വെറുതെ ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നേരത്തെ ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ച ജീവിതം വഴിയാധാരമായി, നരകതുല്യമായി. അത് ഇപ്പോഴാണ് എനിക്കൊരു അല്പം സമാധാനമായേ. വീണ്ടും എന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് ഒരു നരകത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നത് എന്തിനാ? ഞാനിപ്പോ സത്യം ചെയ്ത് പറയുക, ഈ ജന്മത്തിൽ ഇനി വേറൊരു കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്കെന്റെ മോനെ മാത്രം മതി. വെറുതെ ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്താ ദിവ്യാനി, വിക്രം പറഞ്ഞത് ആലോചിച്ച് വിഷമിച്ചിരിക്കാണോ? അല്ല, അവനെക്കുറിച്ച് നിനക്കറിയില്ലേ? ഇത്രയും വർഷമായിട്ട് നമ്മൾ പറഞ്ഞ് കേൾക്കാത്തവൻ ഇനിയാണോ അനുസരിക്കാൻ പോകുന്നത്? അവന്റെ ഇഷ്ടത്തിന് വിട്. നമ്മൾ പറഞ്ഞ് നന്നാക്കാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല അവൻ. അവൻ എപ്പോ തോന്നുന്നു അന്ന് അവൻ നല്ല തീരുമാനം എടുക്കട്ടെ. എത്ര നാളെന്ന് വെച്ചാ ഇനി എത്ര നാളെന്ന് വെച്ചാ അവൻ നല്ലൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നത്? ഇങ്ങനെ പോയി അവന്റെ ജീവിതം നശിക്കുമ്പോ ഒരമ്മയായി എനിക്ക് എത്രമാത്രം സങ്കടമുണ്ട്. ഭാര്യയും മക്കളുമായി സന്തോഷമായി കുടുംബജീവിതം നയിക്കേണ്ട സമയോ ഇപ്പൊ ഒരു തുണയുമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. കവിൻ കൊച്ചുകുട്ടിയാ, അവൻ അമ്മയുടെ സ്നേഹം വേണം. അമ്മയുടെ ലാളന അവന് അത്യാവശ്യമാ. വിക്രമിനൊരു ഭാര്യ വേണ്ടെന്ന് വേണമെങ്കിൽ അവന് തീരുമാനിക്കാം. എന്നാ കവിനൊരു അമ്മ വേണ്ടതല്ലേ? അതെന്താ അവൻ ചിന്തിക്കാത്തത്? അമ്മ അച്ഛനും മുത്തശ്ശിക്കായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും അവന്റെ കൂടെയുണ്ട്. എന്നാ എത്ര നാളിത് നിലനിൽക്കുന്ന വിചാരിക്കുന്നത്? നമ്മുടെ കാലശേഷം വിക്രമിനൊരു കുടുംബം ഉണ്ടാവേണ്ടതല്ലേ? വിക്രമിന് കവിനും കവിന് വിക്രമും, ഇവര് രണ്ടുപേരും മാത്രമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതൊന്നും പറഞ്ഞവന് മനസ്സിലാവുന്ന ലക്ഷണമില്ല. ഞാൻ എന്താ ചെയ്യ? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിതിനെ പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങളില്ല. എന്നാ വിക്രമന്റെ മനസ്സ് നമുക്ക് മാറ്റാൻ പറ്റുമോ? തൽക്കാലം അവന് മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആ വേദനയോടെ ഇനിയുള്ള കാലം മുഴുവൻ തള്ളി നീക്കിക്കൊള്ളാമെന്ന് ശബ്ദമെടുത്ത പോലെ അവന്റെ പെരുമാറ്റം. അവനൊരു നല്ല ഭാര്യയെ കണ്ടെത്തി സന്തോഷകരമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ പേടിപ്പിച്ചോ അടിച്ചോ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. അവൻ വളർന്നു വലുതായില്ലേ, ഇനി അവൻ എങ്ങനെ മാറ്റിയെടുക്കുക? അതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിന് വിടാൻ പറ്റുമോ? അങ്ങനെ വിടാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അവന്റെ മനസ്സ് സ്വയം മാറുന്നത് വരെ
നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം, വേറെ വഴിയില്ല. ദേവയാനി, എന്റെ മനസ്സിലൊരു തോന്നല്, വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് അവന് ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ട് നമുക്കൊന്ന് വീണ്ടും വിജയലക്ഷ്മി ആലോചിച്ചാലോ? നമുക്ക് വിക്രമനെയും വിജയലക്ഷ്മിയും പറഞ്ഞ് മനസ്സിലാക്കി അവരെ വീണ്ടും എന്തുകൊണ്ട് യോജിപ്പിച്ചുകൂടെന്ന് ഞാൻ ചോദിക്കുന്നേ. എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നേ? എന്താ ആലോചിച്ചിട്ട് പറയുന്നേ? അവളെ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നാൽ അവനൊരു ജീവിതം കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതം അവന് ആവശ്യമില്ല. എന്റെ മോന്റെ ജീവിതം നശിക്കാനുള്ള കാരണക്കാരി അവളാ. ആ വിജയലക്ഷ്മി ഒറ്റ ഒരുത്തിയ കാരണം. അവളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇവൻ തനിച്ച് ജീവിച്ചാൽ മതിയെന്ന് ഞാനങ്ങ് വിചാരിക്കും. അവൾ ഇനി ഒരു കാരണവശാലും എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഞാൻ വരാൻ സമ്മതിക്കില്ല. ഡ്യൂട്ടി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു മോളെ. ദാ നോക്ക്, അമ്മ മോൾക്ക് വേണ്ടി സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. ഹായ് സ്വീറ്റ്. ആഹാ, എനിക്ക് സ്വീറ്റ് ഒരുപാട് ഇഷ്ടം. നമുക്ക് കഴിക്കാം. ഞാൻ കഴിക്കും. ഹായ് കാജു കട്ട്ലി. സന്തോഷായോ? നല്ല നല്ലതാണോ? സ്വീറ്റ്. സൂപ്പർ ആയിട്ടുണ്ടമ്മേ. കഴിക്ക. വിജി, ആ പ്രിയ, അകത്ത് വാ. അല്ല ഇപ്പോഴാണോ വീട്ടിലേക്ക് വന്നേ? അതെ പ്രിയ. ജോലി സ്ഥലമൊക്കെ സെറ്റായോ? ഓക്കെയാ പ്രിയ. എല്ലാവരും നല്ല ആളുകൾ തന്നെയാ, ഒരു കുഴപ്പമില്ല. ആ മോൾ അകത്ത് പോയി കളിച്ചോ. ദാ ഈ ബോക്സ് കൂടെ എടുത്തു. ഓണറിന്റെ അടുത്ത് സ്കൂൾ ഫീസിന് പൈസ ചോദിച്ചിരുന്നു പ്രിയ. എന്തു പറഞ്ഞു? തന്നോ അയാള്? ഇല്ല പ്രിയ. ഞാനും പ്രതീക്ഷിച്ചത്. കാശുള്ളവന് കൊടുക്കാനുള്ള മനസ്സുണ്ടാവില്ല. അങ്ങനെ എല്ലാരെയും പറയാൻ പറ്റില്ലല്ലോ. ഹെൽപ്പിംഗ് മൈൻഡുള്ള പണക്കാരായിട്ടുള്ളവരും ഉണ്ട്. നിന്റെ ഓണർ അത്തരക്കാരനല്ല, അതുകൊണ്ടല്ലേ. അത് ശരിയാ. എന്റെ ഓണർ അങ്ങനെയല്ല. 1 ലക്ഷം രൂപ തരാൻ പറ്റില്ല, വേണമെങ്കിൽ 1 മാസ ശമ്പളം അഡ്വാൻസ് ആയിട്ട് തരാന്ന് പറഞ്ഞ് 30,000 മാത്രം തന്നു. അല്ല, അതെന്തായാലും നല്ലൊരു കാര്യാ. 30,000 തന്ന സമയത്ത് 1 ലക്ഷം തന്നിരുന്നെങ്കിൽ സ്കൂളിലെ ഫീസ് അടയ്ക്കായിരുന്നല്ലേ. ഇപ്പൊ ഞാൻ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് വിശ്വാസം കുറച്ച് പതുക്കേണ്ട.